Dear students, breathe in and exchange of gases ആണ് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ്റെ കാര്യങ്ങളും എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ സ്റ്റെപ്സാണ് ഈ ബ്രീത്തിങ്ങിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. എങ്ങനെയാണ് ബ്രീത്തിങ് നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ബ്രീത്തിങ്ങിന് നമ്മൾ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയുകയും ചെയ്യുന്നതാണ് ബ്രീത്തിങ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുക, എയറിനെ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ പുറത്ത് കളയുന്നു കാർബൺ ഡയോക്സൈഡ് എന്നുള്ളത്, ആ ഒരു മെക്കാനിസമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ ബ്രീത്തിങ് ഇൻവോൾവ്സ് 2 സ്റ്റേജസ്, 2 ഘട്ടങ്ങളുണ്ട്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. അതിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് വിച്ച് ദ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് ഡ്രോൺ ഇൻ, അകത്തേക്ക് എടുക്കുകയാണ്, ആൻഡ് എക്സ്പിറേഷൻ ബൈ വിച്ച് ദ ആൽവിയോളർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. നമ്മൾ അന്തരീക്ഷത്തിലെ എയറിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻസ്പിറേഷൻ എങ്കിൽ, എക്സ്പിറേഷൻ എന്ന് പറയുന്നത് ആൽവിയോളസിൻ്റെ അകത്തുള്ള എയറിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പിറേഷൻ എന്ന് പറയും. അപ്പം ഇൻഹലേഷൻ എന്നും എക്സ്ഹലേഷൻ എന്നും ഇതിന് നമ്മൾ പേര് പറയാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് എയർ എടുക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലേ. അപ്പോൾ എയർ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി പറയണം. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ, ഇതാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, ഇത് അബ്ഡോമിനൽ ക്യാവിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ തൊറാസിക് ക്യാവിറ്റിയിൽ നമുക്കറിയാം ഇവിടെ സൈഡിലെല്ലാം റിബ്സും ഉണ്ട് അല്ലേ. റിബ്സ് അല്ലെങ്കിൽ വാരി എല്ലുകളും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ വാരി എല്ലുകളുടെ ഇടയിലായിട്ട് ചില മസിൽസ് ഉണ്ട്. ആ മസിലുകളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയും. വാരിയെല്ലുകൾക്കിടയിലുള്ള മസിലുകളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർകോസ്റ്റൽ മസിലുകൾ എന്ന് പറയും. ഇത് കൂടാതെ നമുക്കറിയാം ലോവർ സൈഡിൽ ഒരു ഡോം ഷേപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ആർച്ച് ഷേപ്പിലിരിക്കുന്ന ഒരു ഡയഫ്രം ഉള്ളതായിട്ട് നമുക്കറിയാം അല്ലേ. ഈ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലങ്സൊക്കെ ഇരിക്കുന്ന ക്യാവിറ്റിക്കാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മുടെ കുടലും വയറും ഒക്കെ ഇരിക്കുന്ന ഭാഗമാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. ഇതിനെ രണ്ടിനെയും കൂടി ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുന്ന ഒരു പാർട്ടീഷൻ നമുക്കിവിടെ ഉണ്ട്. ആ പാർട്ടീഷനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഡയഫ്രത്തിലുള്ള മസിലും റിബ്സിനിടയിലുള്ള ഇൻ്റർകോസ്റ്റൽ മസിലും കൂടി ചേർന്നാണ് നമ്മുടെ ഈ ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇതിൻ്റെ മെക്കാനിസം നടത്തുന്നത്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻസ്പിറേഷൻ നടക്കുന്നത്, അതായത് ഉള്ളിലേക്ക് എയർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ മാറ്റമാണ് ഡയഫ്രം കൺട്രാക്ട്സ്. ഡയഫ്രം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ആ ഡയഫ്രം ഇങ്ങനെ റാ പോലെ ഇരിക്കുകയാണ് അല്ലേ, ആർച്ച് പോലെ ഇരിക്കുന്നു. അതൊന്ന് ചുരുങ്ങുമ്പോൾ എന്ത് പറ്റും? ഇത് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും, ഇങ്ങനെ നീളത്തിലാവും. കാരണം ഇങ്ങനെ വലിഞ്ഞങ്ങ് വിട്ട് നിൽക്കുന്ന ഒരു ആർക്ക് പോലെ ഇരുന്ന സാധനം ചുരുങ്ങിയാൽ എന്ത് സംഭവിക്കും? അതങ്ങ് സ്ട്രെയിറ്റ് ആവും. പിന്നെ അപ്പോൾ ഈ ഭാഗം സ്ട്രെയിറ്റ് ആകുമ്പോൾ ഇവിടെ കുറച്ച് വോളിയം കൂടും അല്ലേ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഇൻക്രീസസ് ഇൻ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസ്. ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം പോസ്റ്റീരിയർ. അപ്പോൾ ഈ മുകളിലോട്ടും താഴോട്ടും ഉള്ള ആ ഒരു ക്യാവിറ്റിയുടെ വലിപ്പം അല്ലെ വോളിയം വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത്. എന്ത് കൺട്രാക്ട് ചെയ്യുമ്പം? ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ. ഇൻ്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണുന്നത്? റിബ്സിനിടയിലാണ്. അപ്പോൾ റിബ്സിനിടയിൽ കാണുന്ന ഇൻ്റർകോസ്റ്റൽ മസിലുകൾ അത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റലും ഉണ്ട്, ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഈ റിബ്സിൻ്റെ വെളിയിൽ കാണുന്നത്, ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ എന്ന് പറയുമ്പോൾ അകത്താണ്. അപ്പോൾ എക്സ്റ്റേണലിലുള്ള ഇൻ്റർകോസ്റ്റൽ മസിൽസ് ചുരുങ്ങുന്നു. അതുവഴി എന്ത് സംഭവിക്കുന്നു? ദ റിബ്സ് ആൻഡ് സ്റ്റേർണം റൈസ്ഡ്. ഇവിടുത്തെ മസിലുകളെല്ലാം കൂടി ചുരുങ്ങുമ്പോൾ ഈ റിബ്സ് മുകളിലോട്ട് ഉയരും. നമ്മളൊന്ന് ശ്വസിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഉള്ളിലേക്ക് എയർ എടുക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം മുകളിലേക്ക് റേസ് ചെയ്യണം. നിങ്ങളൊന്ന് ശ്വാസം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നെഞ്ചും കൂടെ മുകളിലോട്ട് ഉയരുന്ന കാണാം. ആ ഉയരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിബ്സിനിടയിലുള്ള മസിലുകളായ ഇൻ്റർകോസ്റ്റൽ മസിലുകൾ ചുരുങ്ങുന്നത് കൊണ്ടാണ്. അപ്പം ഇത് മുകളിലേക്ക് റേസ് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള വോളിയം ഓഫ് ദ തൊറാസിക് ചേംബർ ഇൻക്രീസസ്.
ഡോസോ വെൻട്രൽ. ഈ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ടും ലങ്സിനുള്ളിലെ വോളിയം കൂടും. ആദ്യം ഡയഫ്രം ചുരുങ്ങിയപ്പം താഴോട്ടും മുകളിലോട്ടും ഉള്ള വോളിയം കൂടി, റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസ് ചുരുങ്ങിയപ്പോൾ സൈഡിലേക്കുള്ള വോളിയവും കൂടി. ദ വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഇൻക്രീസസ് ഇൻ ഡോസോ വെൻട്രൽ ആക്സിസ്. ഡോസോ വെൻട്രൽ എന്ന് പറയുമ്പോൾ ഇത് ഡോസോ സൈഡ്, ഇത് വെൻട്രൽ സൈഡ്. ഇങ്ങനെയുള്ള ക്യാവിറ്റിയും കൂടി, ഇങ്ങനെയുള്ള ക്യാവിറ്റി കൂടി. അപ്പോൾ മൊത്തത്തിൽ ലങ്സിൻ്റെ അകത്തെ വോളിയം ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് നെക്സ്റ്റ് പൾമണറി വോളിയം ഇൻക്രീസ്. പൾമണറി വോളിയം എന്ന് പറഞ്ഞാൽ ലങ്സ് ഇരിക്കുന്ന വോളിയം. ഇതിൻ്റെ ഉള്ളിലുള്ള തൊറാസിക് റീജിയനിലെ ക്യാവിറ്റി കൂടിയപ്പോൾ ഇതിൻ്റെ അകത്ത് ലങ്സ് ചുരുണ്ടിരുന്ന ലങ്സ് വികസിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പൾമണറി വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻട്രാ പൾമണറി പ്രഷർ ബിക്കം ലെസ്. അപ്പോൾ ഇതിന് ഉള്ളിലിരിക്കുന്ന ലങ്സ് വികസിക്കുമ്പോൾ അതിനുള്ളിലുള്ള അതിനുള്ളിൽ കുറച്ച് എയർ എപ്പോഴും കാണും. ആ എയറിൻ്റെ പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ലെസ് ആയിരിക്കും, വെളിയിനെക്കാട്ടിൽ കുറവായിരിക്കും ഇതിൻ്റെ അകത്തിരിക്കുന്ന എയറിൻ്റെ പ്രഷർ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഉള്ളിൽ പ്രഷർ കുറവാണെന്ന് കാണുമ്പോൾ വെളിയിലാണ് പ്രഷർ, അതായത് അന്തരീക്ഷത്തിലുള്ള എയറിലാണ് പ്രഷർ കൂടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എയർ നമ്മുടെ ലങ്സിൻ്റെ അകത്തേക്ക് തള്ളിക്കയറും. എയർ ഫ്രം ഔട്ട്സൈഡ് മൂവ് ഇൻ ടു ദ ലങ്സ്. അങ്ങനെയാണ് നമ്മൾ ഇൻസ്പിറേഷൻ നടക്കുന്നത്. അപ്പം ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് തരം മസിലുകളുണ്ട്. ഡയഫ്രത്തിലെ മസിലുമുണ്ട്, ഇൻ്റർകോസ്റ്റൽ മസിൽസും ഉണ്ട്. ഡയഫ്രത്തിലെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ കീഴിലായിട്ടുള്ള ഇത്രയുള്ള സ്പേസ് ആൻറ്റീരിയോ പോസ്റ്റീരിയർ ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻ്റർകോസ്റ്റൽ മസിലുകൾ ചുരുങ്ങുമ്പോൾ ഡോസോ വെൻട്രൽ ആയിട്ട് ഈ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇതിൻ്റെ അകത്തിരിക്കുന്ന ലങ്സ്, ചുരുണ്ടിരുന്ന ലങ്സ് വികസിക്കുന്നു. അതിനനുസരിച്ച് വോളിയം ഓഫ് ദ പൾമണറി അല്ലെങ്കിൽ ലങ്സ് ഇൻക്രീസസ്. ദസ് വാട്ട് ഹാപ്പൻസ്, the pressure inside the lungs will become less. ലങ്സിനുള്ളിലെ പ്രഷർ കുറയുന്നു. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും സൂൺ ദ എയർ റഷസ് ഇൻസൈഡ് ദ ലങ്സ്. പെട്ടെന്ന് എരച്ച് എയർ അകത്തേക്ക് തള്ളി കയറും. അങ്ങനെ കയറുന്നതിനെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുക. അപ്പോൾ ഇൻസ്പിറേഷൻ കാണിക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു കുപ്പി എടുത്ത് നമ്മളിതുപോലെ ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ട് ആ ട്യൂബിനെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് ആ ട്യൂബിൻ്റെ രണ്ടറ്റത്ത് നമ്മൾ ഓരോ ബലൂണ് ഘടിപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ കുപ്പിയുടെ കട്ട് ചെയ്ത കുപ്പിയാണ്, ഇതിൻ്റെ ഈ മറുഭാഗത്തായിട്ട് നമ്മളൊരു റബ്ബർ ഷീറ്റോ അല്ല ഈ ബലൂണിൻ്റെ ഒരു കഷ്ണം തന്നെ ഇവിടെ വരിഞ്ഞ് കെട്ടി വെച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ റെസ്പിറേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ഇവിടെ കെട്ടിയിരിക്കുന്ന ഈ ബലൂണിൻ്റെ ഷീറ്റിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നു. അപ്പോൾ ഇതൊരു നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, ഇത് നമ്മുടെ ലങ്സും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ വോളിയം നമ്മൾ പിടിച്ച് താഴോട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തെ വോളിയം കൂടുകയാണ് അല്ലേ? വോളിയം കൂടുമ്പോൾ ഇതിൻ്റെ അകത്തെ ഈ ബലൂണുകൾ ചെറുതായിട്ട് വികസിക്കുന്ന കാണാം. വികസിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്തെ എയർ പ്രഷർ കുറയുമ്പോൾ നമ്മളിത് താഴോട്ട് വലിക്കുമ്പോൾ വോളിയം കൂടുന്നു അല്ലേ? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വോളിയവും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും അല്ലേ? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ വോളിയം കൂടുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് എയർ തള്ളിക്കയറുകയും അങ്ങനെ ഇൻസ്പിറേഷൻ നടക്കും. എന്നിട്ട് ഈ വലിച്ചു പിടിച്ചേക്കുന്ന നമ്മൾ വിട്ടാലോ എന്ത് പറ്റും? ഈ റബ്ബർ ഷീറ്റ് അല്ലെങ്കിൽ ഈ ബലൂണിൻ്റെ ഷീറ്റ് നേരെയാകും അല്ലേ? നേരെയാകുമ്പോൾ ഇതിൻ്റെ അകത്തെ എയർ ഈ ട്യൂബിൽ കൂടെ പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഈ ബലൂണ് ചുളുങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കാണിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. നമ്മൾ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത് ഡയഫ്രം ആൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഡയഫ്രം ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് മസിൽസാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? ഡയഫ്രവും ഇൻ്റർകോസ്റ്റൽ മസിൽസും. അപ്പോൾ ഇത് രണ്ടും റിലാക്സ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ചുരുങ്ങുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇത് രണ്ടും റിലാക്സ് ചെയ്യുമ്പം ആദ്യം ഡയഫ്രം ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഡയഫ്രം പഴയ പോലെ ഡോം ഷേപ്പ് അല്ലെ ആർച്ച് ഷേപ്പായിട്ട് മാറും. അങ്ങനെ ആർച്ച് ഷേപ്പ് ആകുമ്പോൾ ഇവിടുന്ന് അകത്തേക്കൊരു തള്ളൽ വരും. അപ്പോൾ ഈ മുകളിലോട്ടും താഴോട്ടും ഉള്ള ആ ക്യാവിറ്റിയുടെ വലിപ്പം അങ്ങ് കുറയും. ദാസ് ദ വോളിയം ഓഫ് ദ
ആൻറ്റീരിയോ പോസ്റ്റീരിയർ വോളിയം ഇവിടെ കുറയും. അതുപോലെ തന്നെ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മസിൽസ് നമ്മൾ പറഞ്ഞില്ലേ ആദ്യം, ഇൻസ്പിറേഷൻ സമയത്ത് നമ്മുടെ നെഞ്ചും കൂട് മുകളിലേക്ക് റൈസ് ചെയ്തിരിക്കും. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഈ നെഞ്ചും കൂട് താഴേക്കാണ് വരുന്നത് അല്ലേ? അങ്ങനെ താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഭാഗത്തോട്ട്, അതായത് ഡോസൽ വെൻട്രൽ റീജിയനിലുള്ള ക്യാവിറ്റി കുറയുന്നു. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ദ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ്. തൊറാസിക് ക്യാവിറ്റിയിൽ വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇൻസ്പിറേഷൻ സമയത്ത് എയർ തള്ളി കയറിയിരിക്കുകയായിരുന്നു അല്ലേ? വോളിയം കുറയുമ്പോൾ ദ പ്രഷർ ഇൻസൈഡ് ദ എയർ ഇൻസൈഡ് ദ ലങ്സ് വിൽ ഇൻക്രീസ്. ഇവിടെ മൊത്തം എയർ കയറിയിരിക്കുകയായിരുന്നു. ആ എയറിന് ഉൾക്കൊള്ളാൻ പറ്റാതെ എയർ പുറത്തേക്ക് തള്ളി എക്സ്പെൽ ചെയ്ത് പോകും, പുറത്തേക്ക് തള്ളി. അങ്ങനെയാണ് എക്സ്പിറേഷൻ നടക്കുന്നത്. അതാണ് ഡയഫ്രം ആൻഡ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സസ്, തൊറാസിക് ആൻഡ് പൾമനറി വോളിയം ഡിക്രീസസ്. തൊറാസിക് റീജിയനിലെ പൾമനറി വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ഇൻട്രാ പൾമനറി പ്രഷർ ഇൻക്രീസസ് എബവ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ പൾമനറി പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് എയർ പുറത്തേക്ക് തള്ളി. ഇൻട്രാ പൾമനറി പ്രഷർ ഇൻക്രീസസ് അല്ലേ? വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ലങ്സിൻ്റെ അകത്തെ പ്രഷർ. അങ്ങനെ ലങ്സിൻ്റെ അകത്തെ പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ പുറത്തേക്ക് തള്ളിപ്പോകും. ഇതിൻ്റെ എക്സ്പീരിയൻസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ ഈ ഡയഫ്രാം എന്ന് പറയുന്ന ഭാഗം സ്ട്രെയിറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വോളിയം കുറയുന്നു. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടിയിട്ട് എയർ ഈ ട്യൂബ് വഴി പുറത്തേക്ക് പോകും. അങ്ങനെയാണ് എക്സ്പിറേഷൻ നടക്കുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് ബ്രീതിങ്. ഈ രണ്ട് ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നിട്ട് പരീക്ഷയ്ക്ക് ഈ ഡയഗ്രാം തന്നിട്ടായിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്. ഇവിടെ ആരെയാണ് നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ട ഈ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുന്നത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഡയഫ്രത്തിലെ മസിലും ഇൻ്റർകോസ്റ്റൽ മസിൽസും ചുരുങ്ങുമ്പോഴാണ് ഇൻസ്പിറേഷൻ നടക്കുന്നു അല്ലേ? ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ ഇത് രണ്ടും ചുരുങ്ങുമ്പോൾ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്, പ്രഷർ ഡിക്രീസസ് ആൻഡ് എയർ വിൽ എൻ്റർ ദ ലങ്സ്. ഇതാണ് ഇൻസ്പിറേഷൻ. അതേസമയം എക്സ്പിറേഷൻ എന്ന് പറയുന്നത് ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഡയഫ്രത്തിലെ മസിൽസ് റിലാക്സ് ചെയ്യുകയും അങ്ങനെ വോളിയം കുറയുകയും പ്രഷർ കൂടുകയും എയർ പുറത്തേക്ക് പോകുന്നതിനെയാണ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ആവറേജ് നമുക്ക് റേറ്റ് ഓഫ് ബ്രീത്തിങ് അല്ലേ? നമ്മൾ ഒരാൾ എത്രയാണ് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറയും. ഓൺ ആൻ ആവറേജ് ഹെൽത്തി ഹ്യൂമൻ ബ്രീത്ത്സ് 12 to 16 times per minute. ഒരു മിനിറ്റിൽ ഒരു ആരോഗ്യമുള്ള ഒരാൾ ശ്വസിക്കുന്ന എണ്ണം എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ശ്വസിക്കും? 12 തൊട്ട് 16 പ്രാവശ്യമാണ് ഒരാളുടെ ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ. അതാണ്. ഇനി ഇത് അളക്കുന്ന ഒരു ഉപകരണമുണ്ട്, സ്പൈറോമീറ്റർ എന്ന് പറയും. ദ വോളിയം ഓഫ് എയർ ഇൻവോൾവ്ഡ് ഇൻ ദ ബ്രീത്തിങ് മൂവ്മെൻറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ യൂസിങ് എ സ്പൈറോമീറ്റർ വിച്ച് ഹെൽപ്പ് ഇൻ ക്ലിനിക്കൽ അസസ്മെൻറ്റ് ഓഫ് ദ പൾമനറി ഫങ്ഷൻ. നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി നമുക്കിപ്പോൾ എന്തെങ്കിലും ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ്? സ്പൈറോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചാണ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റി, അതായത് നമ്മൾ എത്ര എയർ എടുക്കുന്നു, ഒരു നോർമൽ പേഴ്സൺ എത്ര എയർ ഉള്ളിലേക്ക് എടുക്കാം, എത്ര എയർ പുറത്തേക്ക് കളയാം എന്നൊക്കെ ഉള്ളതിൻ്റെ അളവുകളെയാണ് നമ്മൾ റെസ്പിറേറ്ററി വോളിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെസ്പിറേഷൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പം അതിൽ എത്ര എയർ എടുക്കുന്നു, എത്ര എയർ പുറത്ത് കളയുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ റീഡിങ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ലങ് വോളിയംസ് ആണ്. ലങ്സിൽ എത്ര എയർ എടുക്കാം, എത്ര പുറത്ത് കളയാം എന്നൊക്കെ ഉള്ളതാണ് ഈ 4 എണ്ണം. ലങ് വോളിയംസ് ആർ 4. ദാറ്റ് ഈസ് TV അല്ലെങ്കിൽ ടൈഡൽ വോളിയം. അടുത്തത് IRV അല്ലെങ്കിൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, ERV അല്ലെങ്കിൽ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡുവൽ വോളിയം. അങ്ങനെ 4 വോളിയംസ് ആണ്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡുവൽ വോളിയം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്താണ് ടൈഡൽ വോളിയം എന്താണ്. അപ്പോൾ ഇത് ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫൊന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല, പക്ഷെ നമുക്കതിൻ്റെ ഡെഫിനിഷനും അതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുമുള്ള കാര്യമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്താണ് ടൈഡൽ വോളിയം. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ.
ടൈഡൽ വോളിയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോർമൽ റെസ്പിറേഷന് സമയത്ത് എടുക്കുന്ന എയർ എടുക്കുകയോ പുറത്ത് കളയുകയോ ചെയ്യുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയും. അപ്പോൾ ഇത് ഓരോ വോളിയംസ് പഠിക്കുമ്പോഴും അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷനിൽ ഉള്ളിലേക്ക് എടുക്കുന്നതോ പുറന്തള്ളുന്നതോ ആയ എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml. ഏകദേശം ഒരു നോർമൽ പേഴ്സൺ എത്രത്തോളം എയർ എടുക്കും? 500 ml വരെ എടുക്കും. ദാറ്റ് ഈസ് എ ഹെൽത്തി മാൻ ക്യാൻ ഇൻസ്പയർ ഓർ എക്സ്പയർ അപ്രോക്സിമേറ്റ്ലി 600 to 800 ml ഓഫ് എയർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 6000 തൊട്ട് 8000 ml വരെ ഒരാൾ ഒരു മിനിറ്റിൽ എയർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു മിനിറ്റിൽ നമ്മൾ എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ 12 തൊട്ട് 16 വരെയുള്ള ആണല്ലോ ടൈംസാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അതാ ഗുണം 500 എന്ന് പറയുമ്പോൾ 6000 തൊട്ട് 8000 വരെയാണ് വരുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന എയറോ അല്ലെങ്കിൽ പുറന്തള്ളുന്ന എയറോ ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ ഈസ് കോൾഡ് ആസ് ടൈഡൽ വോളിയം. TV എന്നാണ് അതിന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ്ലി 500 ആണ് ഒരാൾക്ക് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. നമ്മൾ സാധാരണ നോർമൽ റെസ്പിറേഷനിൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എയറിനെ നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയും അല്ലേ. പക്ഷേ അഡീഷണലായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്താണ് ഇൻസ്പയർ, ശ്വാസം ബലമായിട്ട് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരാൾ എത്ര എയർ എടുക്കും? ആ എയറിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അഡീഷണൽ, അതായത് അധികമായിട്ട് നമ്മൾ ഒരാൾ ഫോഴ്സിബിളായിട്ട് ഇൻസ്പയർ ചെയ്തിരിക്കുമ്പോൾ എടുക്കുന്ന എയറിൻ്റെ വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ അല്ലേ. ബലം ഉപയോഗിച്ച് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ദിസ് ആവറേജസ് 2500 ml to 3000 ml. 2500 ml തൊട്ട് 3000 ml വരെയാണ് ഒരു നോർമൽ പേഴ്സണിന് എടുക്കുന്ന എയറിൻ്റെ വോളിയം. ഇനി ഇതേപോലെ തന്നെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഇതിന് ഓപ്പോസിറ്റാണ്. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പയർ. നേരത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യമാണ് അല്ലേ. ഇത് ഫോഴ്സായിട്ട് നമ്മൾ എത്ര എയർ പുറന്തള്ളുന്നു, ഫോഴ്സ്ഫുള്ളി എക്സ്പിറേഷൻ നടക്കുമ്പോൾ പുറന്തള്ളുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ വോളിയം ഓഫ് എയർ, അധികമുള്ള വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. മറ്റേതിൻ്റെ അത്രയും വരത്തില്ല ഇത് അല്ലേ, അത്രത്തോളം ഫോഴ്സായിട്ട് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റത്തില്ല. ദിസ് ആവറേജസ് 1000 to 1100 ml. 1000 തൊട്ട് 1100 ml വരെ ഇത് വരാം. നെക്സ്റ്റ് നാലാമത്തെ വോളിയമാണ് റെസിഡുവൽ വോളിയം. ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. അതായത് നമ്മൾ ശ്വസിക്കുക, നോർമലായാലും ഫോഴ്സിബിളായാലും ഒക്കെ റെസ്പിറേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ദർ റിമെയിൻസ് സം എയർ ഇൻ ദ ലങ്സ്. നമ്മൾ എത്ര പുറന്തള്ളി കളഞ്ഞാലോ അല്ലെ എത്ര എടുത്താലോ ഒക്കെ ദർ റിമെയിൻസ് സം എയർ ഇൻ ദ ലങ്സ്. കുറച്ച് എയർ എപ്പോഴും ലങ്സിനുള്ളിൽ തങ്ങി നിൽക്കും. ആ എയറിനെ നമ്മൾ പറയുന്നത് റെസിഡുവൽ വോളിയം. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കിടക്കുക അല്ലെ അവശിഷ്ടമായിട്ട് കിടക്കുന്ന വോളിയത്തിനെയാണ് നമ്മൾ റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത്. ദിസ് ആവറേജസ് 1100 ml to 1200 ml. റെസിഡുവൽ വോളിയം എന്ന് എപ്പോഴും ഒരാളുടെ ലങ്സിനുള്ളിൽ എപ്പോഴും റിമെയിൻ ചെയ്യുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ റെസിഡുവൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 വോളിയംസ് നിങ്ങൾ പഠിച്ചിരുന്നോണം. എന്തൊക്കെയായിരുന്നു? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡുവൽ. ഈ 4 വോളിയംസും ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഡെഫിനിഷൻ തന്നിട്ട് നിങ്ങൾക്ക് പേരെഴുതാൻ ചോദിക്കും. 1 മാർക്ക് കോഴ്സിനായിട്ട് പേരെഴുതാൻ ചോദിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്, നമുക്ക് എത്രത്തോളം എന്തൊക്കെ കഴിവുകളാണുള്ളത് അല്ലേ, എന്തൊക്കെ കേപ്പബിലിറ്റി ഉണ്ട് റെസ്പിറേഷനിൽ എന്നുള്ളതാണ് ഈ അടുത്ത വോളിയംസാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് 4 കാര്യങ്ങളാണ് പറയുന്നത്. റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് എന്ന് പറയുന്നത് 1 ഇൻസ്പിറേറ്ററി കപ്പാസിറ്റീസ്, 2 എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. 5 എണ്ണമാണുള്ളത്. അതിൽ ഒരെണ്ണം ലാസ്റ്റ് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. 5 എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പ്രഷൻ. ഒരാൾ സാധാരണ റെസ്പയർ ചെയ്യുന്ന സമയത്ത് പുറന്തള്ളുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ നോർമൽ എക്സ്പ്രഷന് ശേഷം, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എയർ കളയുന്ന അല്ലേ, നോർമലായിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ് ഒരാൾ എത്ര എയർ എടുക്കുന്നു ആ എയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അത് ടൈഡൽ വോളിയം തന്നെയാണ് അല്ലേ. എത്രത്തോളം അയാൾക്ക് എയർ എടുക്കാൻ പറ്റും ആ കഴിവിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിനെ നമ്മൾ എഴുതുന്ന IC, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയാണ് IC എന്ന് പറയുന്നത്. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പ്രഷൻ. ദിസ് ഇൻക്ലൂഡ് ടൈഡൽ വോളിയം. നമുക്ക് ഓൾറെഡി അറിയാം, സാധാരണ റെസ്പിറേഷനിൽ നമ്മൾ എടുക്കുന്ന എയർ ആണ് ടൈഡൽ വോളിയം. പിന്നെ ഫോഴ്സിബിളായിട്ട് ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആ കഴിവിനെയാണ് നമുക്ക് എത്രത്തോളം എയർ നമ്മൾ സാധാരണയും അതിൽ കൂടുതലും എടുക്കാൻ പറ്റുന്നത് അതിനെയാണ് IC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങളോട് ടൈഡൽ വോളിയം തരും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഒരാളുടെ ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയും തന്നിരിക്കും, പക്ഷേ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൽ നിന്ന് ടൈഡൽ വോളിയം കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കിട്ടും. അങ്ങനെ ഈ ഡെഫിനേഷൻ തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് ഇക്വേഷൻ സഹിതം അതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ വിലയിട്ട് നമുക്ക് ചോദിക്കാം. സിമ്പിളായിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഡെഫിനേഷൻസ്, ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പ്രഷൻ. നോർമൽ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ഒരാൾ എടുക്കുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. അതുപോലെ തന്നെയാണ് എക്സ്പിറേറ്ററി, ഇതേപോലെ തന്നെയാണ് ആ ഇക്വേഷനും ആ ഡെഫിനേഷനും വരുന്നത്. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. ഒരാൾ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് പുറത്തേക്ക് എത്ര അയാൾക്ക് കളയാൻ പറ്റും ആ എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. ദിസ് ഇൻക്ലൂഡ് ടൈഡൽ വോളിയം ആൻഡ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. നേരത്തെ നമ്മൾ ടൈഡൽ വോളിയവും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂടെ ആയിരുന്നു ആഡ് ചെയ്യുന്നെങ്കിൽ എക്സ്പിറേറ്ററി കപ്പാസിറ്റിയിൽ ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഈ ഡെഫിനേഷനും പഠിച്ചു വെക്കുക, ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക, ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. ഇതും ഇതേപോലെ തന്നെ പ്രോബ്ലമായിട്ട് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി മറ്റൊരെണ്ണം നമ്മൾ പറഞ്ഞ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ റെസിഡുവൽ വോളിയമായിട്ടാണ് ബന്ധപ്പെട്ടത് അല്ലേ. റെസിഡുവൽ ദ വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പ്രഷൻ. നോർമൽ എക്സ്പ്രഷൻ ചെയ്ത് കഴിയുമ്പോഴും ലങ്സിനുള്ളിൽ നിൽക്കുന്ന എയറിൻ്റെ വോളിയം നമ്മളിപ്പോൾ മാക്സിമം പുറന്തള്ളാൻ നോക്കിയാലും അല്ലേ, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ചെയ്താലും, അതായത് പുറത്തേക്ക് ഫോഴ്സിബിൾ കളഞ്ഞു, സാധാരണ കളയുന്ന റെസിഡൽ വോളിയവും കളഞ്ഞു, എന്നിട്ടും എത്ര എയർ പുറത്ത് ഒരാൾക്ക് കളയാൻ പറ്റും ആ എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ പുറത്ത് കളഞ്ഞാലും ദർ റിമെയിൻസ് സം എയർ, ആ എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. The volume of air that will remain in the lungs after a normal expiration. This include ERV plus RV. ERV എന്ന് പറയുന്നത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി പുറത്ത് കളയുന്ന എയറിൻ്റെ വോളിയവും അത് പ്ലസ് റെസിഡുവൽ വോളിയം. റെസിഡുവൽ വോളിയം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഇവിടെ എല്ലാം നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം നോർമൽ എക്സ്പിറേഷൻ അല്ലെ നോർമൽ ഇൻസ്പിറേഷൻ എന്നായിട്ട് പറഞ്ഞു അല്ലേ. ഇവിടെ പറയുന്നത് ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ, ഉള്ളിലേക്ക് എടുക്കുക, ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഫോഴ്സ്ഫുള്ളി നമ്മൾ പുറത്തേക്കെല്ലാം കളഞ്ഞിട്ട് എത്ര എയർ ഒരാൾക്ക് മാക്സിമം എടുക്കാൻ പറ്റും, അകത്തേക്ക് പിടിച്ചെടുക്കാൻ പറ്റും, അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്ലൂഡ് ERV, TV ആൻഡ് IRV. ഇതെല്ലാം കൂടി ചേരും. അകത്തേക്ക് എടുക്കുന്ന എയറും പുറത്തേക്ക് കളയുന്ന എയറും ടൈഡൽ വോളിയവും എല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. ഈ വൈറ്റൽ കപ്പാസിറ്റി പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, അത് നിങ്ങൾ പഠിച്ചിരുന്നോണം. Vital capacity include expiratory reserve volume, tidal volume and inspiratory reserve volume, or the maximum volume of air a person can breathe out after a forced inspiration. ഇവിടെ രണ്ട് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം. നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതിയാലും കറക്റ്റാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും.
മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പ്രഷൻ. അകത്തേക്ക് എടുക്കുക ഫോഴ്സ്ഡ് എക്സ്പ്രഷന് ശേഷം. അല്ലെങ്കിൽ എങ്ങനെ എഴുതുക? മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. വെളിയിലേക്ക് കളയുക ആഫ്റ്റർ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ഇവിടെ ബ്രീത്ത് ഇൻ ചെയ്യുക ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഈ രണ്ട് ഡെഫിനേഷൻ എഴുതിയാലും വൈറ്റൽ കപ്പാസിറ്റി കറക്റ്റാണ്. ഈ വൈറ്റൽ കപ്പാസിറ്റി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഡെഫിനേഷനും പഠിച്ചു വെക്കുക, ഇക്വേഷനും പഠിച്ചു വെക്കുക. അപ്പോൾ ടൈഡൽ വോളിയം, IRV, ERV എല്ലാം കൂടി കൂട്ടുന്നതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. നെക്സ്റ്റ്, ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ accommodated in the lungs at the end of the forced inspiration. Total volume of air accommodated in the lungs. ലങ്സിൽ ഒരാൾക്ക് എത്ര എയർ അക്കോമഡേറ്റ് ഉൾക്കൊള്ളാൻ പറ്റും ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിള്ളേർ ഒക്കെ കളിക്കുന്ന സമയത്ത് എയർ പിടിച്ചു നിർത്തുന്നത് അല്ലേ? എത്ര എയർ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? ടോട്ടൽ വോളിയം ഓഫ് എയർ അല്ലേ? ലങ്സിൻ്റെ അകത്ത് പിടിച്ചു നിർത്താൻ പറ്റുന്ന, അക്കോമഡേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് റെസിഡൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഓർ വൈറ്റൽ കപ്പാസിറ്റി ഓർ പ്ലസ് ദ റെസിഡൽ വോളിയം. ഇത് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എഴുതാം. RV പ്ലസ് ERV പ്ലസ് TV പ്ലസ് IRV എന്ന് ചേരുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഓർ എളുപ്പത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു RV, ERV, പിന്നെ ERV, TVയും IRVയും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി അല്ലേ? വൈറ്റൽ കപ്പാസിറ്റിയുടെ കൂടെ റെസിഡൽ വോളിയം കൂടി ചേരിക്കുമ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ ലങ്. അപ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷന് ഇതങ്ങ് പഠിച്ചാൽ മതി. മറ്റേതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിൽ നല്ലത് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡൽ വോളിയം. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് തരുക, ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റി തന്നാൽ നിങ്ങൾക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി എഴുതാൻ പറ്റും അല്ലേ? ടോട്ടൽ ലങ് കപ്പാസിറ്റി വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡൽ വോളിയം. ഒരാളുടെ റെസിഡൽ വോളിയവും വൈറ്റൽ കപ്പാസിറ്റിയും തന്നാൽ നിങ്ങൾക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഈ എയർ വോളിയംസ് എല്ലാം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ 4 കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞിരുന്ന ഈ കപ്പാസിറ്റീസ് 5 പഠിച്ചു വെക്കുക. എല്ലാം കൂടി തിരിഞ്ഞു പോകരുത്. വ്യക്തമായിട്ട് ഓർത്തോർത്ത് എഴുതി പഠിച്ചു വെച്ചാലേ നമുക്ക് മനസ്സിൽ നിൽക്കാറുള്ളൂ. അപ്പോൾ ആ ഡെഫിനേഷൻസ് ഒന്നുകൂടെയാണ് ഇവിടെ പറഞ്ഞു പോയേക്കാണ്. ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ, അത് ടൈറ്റിൽ വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ, അതിനാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ഈസ് കോൾഡ് ആസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. പിന്നെ റെസിഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ദ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഇത് വേഗത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? മറ്റേതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് പഠിക്കുക, അതേ ഉള്ളൂ മാർഗം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ എക്സ്പിറേഷന് ശേഷം ഒരാളെടുക്കുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ് ഈ രണ്ടും. പിന്നെ ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻ ഇൻ ലങ്സ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ എക്സ്പിറേഷന് ശേഷം നിൽക്കുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ റെസിഡൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡൽ. അതേസമയം ഫോഴ്സ്ഡ് എക്സ്പിറേഷന് ശേഷം അകത്തേക്ക് എടുക്കുന്ന എയർ ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഇതിനൊരു ഡെഫിനേഷനോട് നമ്മൾ പറഞ്ഞിരുന്നു, ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ, അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി. പിന്നെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. അപ്പം ഈ റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് എല്ലാം തന്നെ ബുക്കിൽ ഒന്ന് എഴുതിയിടുക. എന്നിട്ട് ഈ ഡെഫിനേഷൻസും എല്ലാം എഴുതിയിട്ട് പഠിച്ചിരുന്നതാണ്. ഓരോന്നും വ്യക്തമായിട്ട് പഠിച്ചിരുന്നത്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്.